നമസ്കാരം. വെസ്റ്റ് ബംഗാളിലെ NJP-യിലാണ് ഉള്ളത്. ഞങ്ങൾ ഇന്ന് ഡാർജിലിംഗിലേക്ക് ട്രെയിനിൽ ഒരു യാത്ര പോവുകയാണ്. ഞങ്ങൾ ഇന്ന് പോകുന്ന ട്രെയിന് ഒരുപാട് പ്രത്യേകതയാണ് ഉള്ളത്. ഇതൊരു നാരോ ഗേജ് ട്രെയിനാണ്. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയിലാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. രാവിലെ 8:20 ഞങ്ങളിപ്പോൾ ന്യൂ ജൽപൈഗുഡി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലാണ്. സ്റ്റേഷന്റെ നവീകരണമാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ കാണുന്നത്. രാവിലെ ഈ സമയത്ത് ഒരുപാട് ട്രെയിനുകൾ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിലൊക്കെ ഇറങ്ങി വരുന്നവരെയാണ് ഈ കാണുന്നത്. NJP സ്റ്റേഷന്റെ ബ്രോഡ് ഗേജ് പാതയ്ക്കുള്ളത് അവിടത്തേക്കാണ്. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ അതുള്ളത് ഇതാ ഈ ഭാഗത്തേക്കാണ്. അപ്പം നമ്മുടെ ട്രെയിനിന്റെ ഒരു പ്ലാറ്റ്ഫോം സെപ്പറേറ്റ് തന്നെയാണ്. അതായത് ആ വണ്ടി വന്ന് നിർത്തുന്നത് ഇവിടെയാണ്. ബാക്കിയുള്ള ട്രെയിനുകളൊക്കെ ഇതാ അങ്ങ് ആ ഭാഗത്താണ്. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ ന്യൂ ജൽപൈഗുഡി എന്നൊക്കെ എഴുതിയത് കാണാം. അതുപോലെ തന്നെ ഈ റെയിൽ റൂട്ട് യുനെസ്കോന്റെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒന്നുകൂടിയാണ്. 1881 ഈ ട്രെയിൻ സർവീസ് ആരംഭിച്ചത്. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയുടെ ടൈം ടേബിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളിന്ന് പോകുന്ന ഡാർജിലിംഗ് നാരോ ഗേജ് പാസഞ്ചർ ഇല്ലേ, അതിന്റെ നമ്പറാണ് 52-541. ഇത് എല്ലാ ദിവസവും രാവിലെ 10 മണിക്കാണ് NJP സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുക. വൈകുന്നേരം 4:30 ഇത് അവിടെ എത്തും. ഈ രണ്ടാമത്തെ ജോയ് റൈഡ് ഡാർജിലിംഗ് ഡാർജിലിംഗ് എന്നൊക്കെ എഴുതി കാണുന്നില്ലേ, ഇത് ആ ഭാഗത്ത് മാത്രം സർവീസ് ഉള്ള ട്രെയിനുകളാണ്. അതിന്റെ ടൈമിംഗ് ഒക്കെ വ്യക്തമായി അവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. പിന്നെ സീസൺ സ്പെഷ്യൽ ജോയ് റൈഡ് അതും ഡാർജിലിംഗ് ഗും ഭാഗത്ത് മാത്രം സർവീസ് ഉള്ളതാണ്. അതിന്റെ ആ ഒരു ടൈമിങ്ങും അവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. നിങ്ങൾ ഈ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഈ കാണുന്ന ട്രാക്ക് വഴിയാണ് ഇന്ന് ഡാർജിലിംഗ് വരെ പോകാനുള്ളത്. നാരോ ഗേജ്, അതായത് ഇത്രയേ വീതിയുള്ളൂ. പിന്നെ സ്റ്റേഷന്റെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. അത്യാവശ്യം കുറച്ച് ആൾക്കാർ മാത്രമേ ഈ സമയത്ത് വന്നിട്ടുള്ളൂ. പിന്നെ ഇന്നുണ്ടല്ലോ മുഴുവനും മൂടി നിൽക്കുകയാണ്, വെയിലേ ഇല്ല. ദേ അങ്ങ് അവിടെ കാണുന്ന തന്നെയാണ് നമ്മുടെ ആ ഒരു ട്രെയിൻ. പോകാനുള്ള ഒരു സമയമാകുമ്പോൾ അതെന്തായാലും ഷണ്ടിങ് ചെയ്ത് പ്ലാറ്റ്ഫോമിലേക്ക് വരും. ന്യൂ ജൽപൈഗുഡി നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇതാ ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇതിന്റെ വാട്ടറിംഗ് ഒക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ കാണുന്ന കോച്ചില്ലേ, ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ക്ലാസ്. ഒരു ഫസ്റ്റ് ക്ലാസ്സും ഒരു ചെയർക്കാറുമാണ് ഉള്ളത്. ഇത് ഈസിയാണ്. എന്തായാലും കുറച്ച് ടൈം എടുക്കും പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ. എന്തായാലും നമ്മളിന്ന് യാത്ര ചെയ്യുന്ന കോച്ച് ഇതാണ്. ഈ ട്രെയിനിലത്തെ ടിക്കറ്റ് നിരക്ക് കുറച്ച് കൂടുതലാണ്. ഞങ്ങളെടുത്തത് ഫസ്റ്റ് ക്ലാസ് ആണെന്ന് പറഞ്ഞില്ലേ, 1400 രൂപയാണ് ഒരാൾക്ക് വന്നത്. ഇനി ചെയർക്കാർ ആണെങ്കിൽ 1500 രൂപയാവും. ഞങ്ങൾ 2 മാസം മുന്നേ തന്നെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തു. കാരണം ഇതിലേക്ക് ടിക്കറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 10 മണിക്കാണല്ലോ ഇവിടുന്ന് ട്രെയിൻ പുറപ്പെടേണ്ടത്. ഇപ്പോൾ 10:15. ഇപ്പോഴും എന്തൊക്കെയോ മെയിൻ്റനൻസ് ഒക്കെയാണ് നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ എല്ലാം റെഡി ആയതിനു ശേഷം മാത്രമേ വണ്ടി എടുക്കാൻ പാടുള്ളൂ. ഇത് കയറ്റൊക്കെ കയറി പോകുന്ന വണ്ടിയല്ലേ. 10:25 ഇപ്പോഴാണ് പ്ലാറ്റ്ഫോമിലേക്ക് ഇതാ ട്രെയിൻ റിവേഴ്സ് ചെയ്ത് വരുന്നത്. ഇതൊരു എക്സ്ട്രാ കോച്ചാണ്. ഈ 2 കോച്ചുകൾ മാത്രമാണ് മെയിനായിട്ട് എപ്പോഴും ഉണ്ടാവാറ്. ഇതിൻ്റെ ലോക്കോ മോട്ടീവ് സിലിഗുഡി ലോക്കോ ഷെഡിൻ്റെ NDM6 ആണ്. ഇത് ഡീസലാണ്. ഡീസൽ ലോക്കോമോട്ടീവാണ് ഡാർജിലിംഗ് വരെ. ഒരു ലോക്കോമോട്ടീവിന്റെ മുൻഭാഗത്തെ ഒരു കാഴ്ചയൊക്കെ ഇങ്ങനെയാണ്. ലോക്കോമോട്ടീവ് കഴിഞ്ഞ ഉടനെ തന്നെ ചെയർക്കാർ, അത് കഴിഞ്ഞാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്. ഈ ഫസ്റ്റ് ക്ലാസിന്റെ വിൻഡോ ഒക്കെ നമുക്ക് തുറന്നു വെക്കാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട്. അത് വളരെയധികം ഉപകാരമാണ്. കാരണം പുറത്തത്തെ കാഴ്ചയൊക്കെ നമുക്ക് കാണാമല്ലോ. പിന്നെ ഇതിന്റെ അകത്തെ ഒരു സീറ്റിംഗ് ഒക്കെ ഇങ്ങനെയാണ്. 2x2 സീറ്റിംഗ് ലേഔട്ടിലാണ് പൊസിഷനൊക്കെ വരുന്നത്. ഞങ്ങളുടെ 2 സീറ്റും ഇവിടെയാണ്. 7ഉം 8ഉം 83 കിലോമീറ്റർ ആണ് ഈ ട്രെയിൻ ആകെ ഓടുന്ന ദൂരം. 7.5 മണിക്കൂറാണ് നമുക്ക് ഓടിയെത്താനുള്ള സമയം പറയുന്നത്. പക്ഷെ അതിൽ കൂടുതൽ എന്തായാലും വേരും തോന്നും. കാരണം ഇപ്പൊ തന്നെ വണ്ടി ലേറ്റ് ആയല്ലോ. അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് 10 സ്റ്റോപ്പുകൾ. ട്രെയിൻ സ്റ്റോപ്പ് എന്ന് പറയുന്നത് നിർത്തുന്നതാണ്. നിലവിൽ ഒഫീഷ്യലി ഹോൾട്ട് മാത്രമാണ് അത്. പിന്നീടല്ലോ ഈ സീറ്റുകളൊക്കെ വളരെയധികം കൺജസ്റ്റഡ് ആണ്. പിന്നെ ഇതാ ഇങ്ങനെയൊക്കെ കുറച്ച് മുട്ടിയിരിക്കേണ്ട ഒരു പ്രശ്നമാണ്. ഒരു ലെഗ് സ്പേസ് ഒന്നും ഒട്ടും തന്നെ ഇല്ല. പിന്നെ ലഗേജ് വെക്കാൻ വേറൊരു സൗകര്യമൊന്നുമില്ല. ഞങ്ങളുടെ
സീറ്റ് ഇതിലുണ്ടാണെന്ന് പറഞ്ഞില്ല. പക്ഷെ ഇതിൽ വലിയ തിരക്കൊന്നുമില്ല, അതുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല അല്ലേ. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പിറകിൽ വന്നിരുന്നത്. അല്ലാതെ നോക്കിയാൽ നമ്മൾ ഇരിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 10 മണിക്ക് പുറപ്പെടേണ്ട ട്രെയിൻ 1 മണിക്കൂർ ഡിലേ ആയി 11 മണിക്കാണ് ഇവിടുന്ന് പുറപ്പെട്ടത്. ഇവരുടെ മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുന്നത് ഈ ഭാഗത്താണ്. അതിലൂടെയാണ് ബ്രോഡ് ഗേജ് പാത കടന്നു പോകുന്നത്. ഇനിയിപ്പോൾ അടുത്തത് സിലിഗുഡി ജംഗ്ഷനിൽ എന്തായാലും വണ്ടി നിർത്തും. അതിന് മുന്നേ തന്നെ ഒരുപാട് മാർക്കറ്റുകളൊക്കെ ഉണ്ട്. അതിന്റെ ഉൾഭാഗം വഴിയാണ് ഈ ഒരു ട്രെയിൻ കടന്നു പോവുക. ഇവിടുന്ന് ഇതാ ബ്രോഡ് ഗേജ് പാത ക്രോസ് ചെയ്യുകയാണ്. ഈ കാണുന്ന ട്രാക്കിൽ ഇത് നേരെ അലിപുർദ്വാർ ജംഗ്ഷനിലേക്ക് പോകുന്ന ഒരു ലൈനാണ്. ഇത് സിലിഗുഡി ടൗൺ റെയിൽവേ സ്റ്റേഷനാണ്. ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി അപ്പം തന്നെ എടുത്തു. ഇനിയാണ് മാർക്കറ്റ് വഴി പോകുന്നത്. എത്ര അടുത്താണ് നോക്കിയേ കടകളൊക്കെ. ഇത്ര അടുത്തുകൂടിയൊന്നും ഒരു ട്രെയിനൊന്നും പോകുന്നില്ല കേട്ടോ നമ്മുടെ ഇന്ത്യയില്. ശരിക്കും ഇതൊരു സംഭവം തന്നെയാണ്. കോച്ചിൽ ടി ടി ഒക്കെ ഉണ്ട് കേട്ടാ, ചെക്കൊക്കെ ചെയ്തു. നമ്മളിപ്പോ ഒരുപാട് മാർക്കറ്റിന്റെ ഇടയിൽ കൂടെ ആണല്ലോ വന്നത്. അതായത് സിലിഗുഡി ടൗണിൽ ജംഗ്ഷൻ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ ഫോണിലൊക്കെ എല്ലാവരും വീഡിയോ ചിത്രീകരിക്കുന്ന ഒരു സമയമാണ്. വളരെയധികം കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ കയ്യിൽ വന്നിട്ട് തട്ടും, എന്നിട്ട് ഫോൺ എടുത്തിട്ട് ഒറ്റ ഓട്ടമായിരിക്കും. കാരണം ഇവിടെ ഒരുപാട് ആൾക്കാർ നമുക്ക് വരുമ്പോൾ തന്നെ കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. മഹാനന്ദ നദി ഇതാ ക്രോസ് ചെയ്യുകയാണ്. ഈ ഭാഗത്ത് മുഴുവനും വേസ്റ്റുകളാണ്. നാരോ ഗേജ് ഷെഡൊക്കെ ഉള്ളത് ഇവിടെയാണ്. ഇനിയാണ് ഡാർജിലിംഗ് ആ ഒരു റെയിൽവേയുടെ ശരിക്കുമുള്ള പാതയിലേക്ക് നമ്മൾ കയറുന്നത്. ഇവിടുന്ന് ബ്രോഡ് ഗേജ് പാത ക്രോസ് ചെയ്യുകയാണ്. നമ്മൾ ഇതുവരെയായിട്ടും കയറ്റമൊന്നും കയറി തുടങ്ങിയിട്ടേ ഇല്ല. ട്രെയിൻ കൂടുതലും ഇതുപോലെയുള്ള ഇടുങ്ങിയ വഴിയാണ് പോകുന്നത്. ഇതൊക്കെ കൂടുതലും കടകളൊക്കെയാണ്. ശരിക്കും ഇങ്ങനെ പോകുന്നത് കാണാൻ നല്ല രസമാട്ടോ. റെയിൽ ട്രാക്കിനോട് ചേർന്ന് തന്നെയാണ് റോഡും കടന്നു പോകുന്നത്. റോഡ് എത്ര അടുത്താണെന്ന് നോക്കിയേ. ഇത് നേരെ ഡാർജിലിംഗിലേക്കുള്ള ഹൈവേ തന്നെയാണ്. നാഷണൽ ഹൈവേ 55 ഹിൽ കാർട്ട് റോഡ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്.
നഗരത്തിന്റെ തിരക്കിൽ നിന്നൊക്കെ ഇപ്പൊ മാറി. ഇവിടെ ഒരുപാട് മരങ്ങളൊക്കെയാണ്. നല്ല തണുപ്പ ഇവിടെ. ഡാർജിലിംഗ് വരെ ഈ റോഡ് നമ്മുടെ റെയിൽ ട്രാക്കിനോട് ചേർന്ന് തന്നെ ഉണ്ടാവും. ചെറിയൊരു പട്ടണമാണ്. സുക്ന റെയിൽവേ സ്റ്റേഷൻ ഇതാണ്. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ഈ ഒരു റെയിൽവേ പാതയില്ലേ, ഇതിന് ഒരുപാട് സവിശേഷതകളുണ്ട്. എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ലൂപ്പ്, മറ്റൊന്ന് സിഗ്സാഗ് എന്ന് പറയും. അപ്പൊ അതിൽ ലൂപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോ കുത്തനെയുള്ള കയറ്റൊക്കെ കയറിയിട്ടാണല്ലോ പോകുന്നത്. അങ്ങനെ കയറ്റം ചെരിഞ്ഞുകൊണ്ട് കയറിയ വേണ്ടിയിട്ട് റെയിൽവേ ഉണ്ടാക്കിയെടുത്തതാണ് ലൂപ്പ് എന്ന് പറയുന്നത്. 5 or 6 ലൂപ്പുകളൊക്കെ ഈ ഒരു റൂട്ടിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 3 മാത്രമേ മെയിൻ ആയിട്ടുള്ളൂ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ബറ്റാസിയ എന്ന് പറഞ്ഞൊരു ലൂപ്പാണ്. ഇപ്പൊ നമ്മൾ എടുത്തുള്ളൂ സുക്ന എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഒരു ലൂപ്പ് ഉണ്ടായിരുന്നു. അത് 1991 വെള്ളപ്പൊക്കം കൊണ്ട് നീക്കം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിഗ്സാഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കയറ്റം കയറാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത സംഭവം തന്നെയാണ്. അതെന്ന് പറഞ്ഞാൽ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ട്രെയിൻ ട്രാക്കിൽ നിർത്തും. എന്നിട്ട് വണ്ടി പിറകോട്ട് എടുക്കും. കുറച്ച് പിറകോട്ട് എടുത്തതിന് ശേഷം മറ്റൊരു ട്രാക്കിലേക്ക് കയറും. എന്നിട്ട് വീണ്ടും നീങ്ങുന്നതാണ് ആ പറഞ്ഞ സിഗ്സാഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ശരിക്കും അത് കാണാൻ വേണ്ടി കഴിയുകയും ചെയ്യും. ഇവിടെയൊക്കെ വണ്ടി എന്തായാലും ഒരു 5 മിനിറ്റിന് മുകളിൽ എന്തായാലും നിർത്തും. ഈ ചെയർകാർ, ഈ AC ചെയർകാർ എടുത്താലേ പ്രശ്നം എന്താ അറിയോ, ആ വ്യൂ കാണാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതായത് ഇതിന്റെ വിൻഡോ ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അതിൽ എത്രയോ ബെറ്റർ ആണ് ഈ ഒരു ഫസ്റ്റ് ക്ലാസ്. ഇതിന്റെ ഈ ഒരു വിൻഡോ ഓപ്പൺ ആയതുകൊണ്ട് സുഖമായിട്ട് തന്നെ കാഴ്ചകളൊക്കെ പകർത്താം. ഞങ്ങളിരിക്കുന്നത് ഇതാ ഇതിന്റെ ഏറ്റവും പുറകിലുള്ളതാ ഇവിടെയാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ചെയർകാറിലാണെങ്കിൽ ടോയ്ലറ്റ് സംവിധാനമൊക്കെ ഉണ്ട്. ഫസ്റ്റ് ക്ലാസ്സിൽ അതില്ല. ആ ഒരു പ്രശ്നം മാത്രമാണ് ഈ ഒരു കോച്ചിലുള്ളത്. ഇത് ഇന്ന് എക്സ്ട്രാ ആഡ് ചെയ്തൊരു കോച്ചാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മഹാനന്ദ സങ്കേതം വഴിയാണ്. ഇവിടെ വലിയ വലിയ മരങ്ങളൊക്കെയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഇതിലൂടെ റോഡ് വഴി പോകുമ്പോൾ ഇവിടെ നിന്നിട്ട് ഈ ട്രെയിൻ വരുന്നൊരു കാഴ്ച പകർത്തണം. അടിപൊളിയായിരിക്കും. കാരണം ഇവിടെ നല്ല പച്ചപ്പാണ്. ഈ റോഡും റെയിൽ ട്രാക്കും ഇത്ര അടുത്തുകൂടിയല്ലേ. ഒരു കീടിലം പോണത്. ഈ വളവാണ് ഇപ്പൊ വളഞ്ഞു വന്നത്. ഭാഗത്തേക്കാണ് ഇങ്ങനെ വളവ് വരുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോണ്ടേയിരിക്കണം. ഇനി ഈ ഭാഗത്തേക്ക് അടിച്ചു കഴിഞ്ഞു.
ഇനി ഇങ്ങോട്ട് പോണം. ഇതാണ് ഈ ട്രെയിനിന്റെ ഒരു കാഴ്ചകൾ. ഇതിപ്പോ ഇപ്പുറത്തായ റോഡ്. വണ്ടി ഇവിടെ നിന്നല്ല. ഇവിടുത്തെ ബസ്സൊക്കെ ഉണ്ട്. നല്ലൊരു കയറ്റം തന്നെയാണ് കയറി വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ചേർക്കാർ എടുത്തിട്ട് കാര്യമില്ല. ഈ ഫസ്റ്റ് ക്ലാസ് തന്നെയാണ് എടുക്കേണ്ടത്. ബൈക്കിലൊക്കെ പോകുന്നവർക്ക് ഇതൊക്കെ കാണാൻ നല്ല രസമല്ലേ? കയറി പോകുമ്പോൾ ലോക്കോമോട്ടീവിൻ്റെ ശബ്ദം കേൾക്കാൻ നല്ല രസമാണ്. കാരണം കൂടുതൽ പവർ ഇവിടെ കൊടുക്കുന്നുണ്ടല്ലോ. വലിയൊരു വളവാണ്. കുത്തനെയുള്ള കയറ്റം തന്നെയാണ്. ഇനി ഇവിടെയൊക്കെ നല്ല വെതറാണ്. വെയിലും ഉണ്ട്, വെള്ളം തണുപ്പും. കയറുന്നില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. ട്രാക്കിൽ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ലോക്കോമോട്ടീവിൻ്റെ അവിടെ എന്തോ പറ്റിയതാണ്.
കാണുന്നില്ല, അതാണ്. ട്രെയിൻ ഇപ്പോൾ അടുത്തൊരു സ്ഥലത്തേക്ക് ഇതാ എത്തുകയാണ്. സ്റ്റേഷനിലെത്തി എന്നാണ് തോന്നുന്നത്. ഇത് ഏതൊക്കെ വഴിയാ പോകുന്നതെന്ന് നോക്കിയേ. ആ, ഇതാണ്. ട്രെയിൻ ഇപ്പോൾ റോങ്തോങ് എന്ന സ്റ്റേഷനിലെത്തിയേ. ആ സ്റ്റേഷൻ്റെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറൊക്കെ. ടൈം ടേബിളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ എന്നൊക്കെ എഴുതി കാണാം. റോഡ് വഴി പോകുന്ന ആൾക്കാർ വരെ ഇവിടെ വന്നിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി വരുന്നവരാണ്. ഒരുപാട് പേരുണ്ട്. ഇതാ ആ ഭാഗത്തേക്ക് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പിന്നെ ഇതുവഴി നമുക്ക് ഇറങ്ങി പോയിട്ട് വേണമെങ്കിൽ റോഡിന്റെ ഭാഗത്തേക്ക് പോയിട്ട് കടയിൽ പോയിട്ട് വെള്ളമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിച്ച് വരികയും ചെയ്യാം അല്ലേ. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇവിടെയൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ NJP കയറുമ്പോൾ തന്നെ നമുക്ക് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ നേരത്തെ സിലിഗുഡി എത്തിയ സമയത്ത് ഉച്ചക്കത്തെ ഫുഡ് വേണമെന്ന് വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വെജ് റൈസ് ആയാലും ചിക്കൻ റൈസ് ആയാലും ഒക്കെ പറഞ്ഞിട്ട് ഓർഡർ എടുക്കാനും വന്നിട്ടുണ്ടായിരുന്നു. വലിക്കട്ടെ വലിക്കട്ടെ, കയറട്ടെ കയറട്ടെ, അത്രേ ഉള്ളൂ. പിന്നല്ല ഇതൊക്കെ എന്ത് ഇതല്ലോ. ആ പോന്നാട്ടെ. ആ കയറി കയറി കയറി. കയറ്റൊക്കെ കയറി ഈ ഭാഗത്തെത്തുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണ്. വലിയ കൊക്കയാണ് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ പകുതി പോലും കയറിയിട്ടില്ല. ഒന്നല്ലോ. പിന്നെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. വലിയൊരു മരമാണ്, നല്ല തണലാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ സിക്സാഗ് ആണ്. ഇവിടെ വേറൊരു ട്രാക്ക് കൂടി ഉണ്ട്. ഇപ്പൊ വണ്ടി പുറകോട്ട് പോവുകയാണ്. അതായത് നമ്മൾ വന്നത് ഈ ലൈൻ വഴിയാണ്. ഇനിയിപ്പം ഇവിടുന്ന് വീണ്ടും മുന്നോട്ട് പോകും. ഇതാ ഇപ്പോൾ കയറ്റം കയറുകയാണ്. അങ്ങനെ നമ്മളിതാ ഇവിടുന്ന് ട്രാക്ക് ചേഞ്ച് ചെയ്യുകയാണ്. ഇതാണ് സിക്സ് ടാഗ്. നമ്മൾ നേരത്തെ വന്നത് ഇതാ ഈ വഴിയായിരുന്നു. അവിടെ മുതൽ ഇവിടം വരെ റിവേഴ്സായി വന്നു. ഇവിടുന്ന് ഇതാ നേരെ തിരിച്ചു പോവുകയാണ്. അടിപൊളി സെറ്റപ്പ് അല്ലേ? ആദ്യം മറ്റൊരു ട്രാക്ക് വഴി വരും, നേരെ പോകും, എന്നിട്ട് നേരെ റിവേഴ്സ് ചെയ്ത് വരും, എന്നിട്ട് വീണ്ടും ആണ് തിരിഞ്ഞ് പോകുന്നത്. അടുത്ത സിക്സ് ആക്ക് ഇവിടെയാണ്. അപ്പൊ നേരെ പുറകിലോട്ട് പോകും. യെസ്,
എന്നൊരു സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഈ ഒരു സിക്സാഗ് ഉള്ളത്. നമ്മൾ വന്ന ആ ഒരു ലൈനാണ് ഇത്. ഇനി പോകാനുള്ളത് ഇങ്ങോട്ടാണ്. നമ്മൾ വന്നത് ഈ ട്രാക്ക് വഴിയായിരുന്നു. NH 55 ഇവിടേക്ക് ഇത്രയേ ഉള്ളൂ. വീണ്ടും ഒരു സിക്സാഗ്. ഇനി ഇങ്ങോട്ടാണ് പോകാനുള്ളത്. ഈ ട്രാക്ക് വഴിയാണ് നമ്മൾ വന്നത്. നേരെ റിവേഴ്സ് ചെയ്ത് വീണ്ടും പോവുകയാണ്. നമ്മളിപ്പോൾ വന്നത് ഇതുവഴിയായിരുന്നു. പിൻധാരിയ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. ഡാർജിലിംഗ് NJP പാസഞ്ചറാണിത്. ഇത് രാവിലെ എവിടെ നിന്ന് വിട്ടത്. ഇവിടെ 10 മിനിറ്റോളം എന്തായാലും വണ്ടി നിർത്തും. ഇവിടെയുള്ള ഈ ഒരു ലോക്കോമോട്ടീവില്ലേ, ഇതിൻ്റെ സാൻഡ് ബോക്സ് ഉള്ളത് ഇവിടെയാണ്. അതായത് മണലൊക്കെ നടക്കുന്നത് ഇവിടെയാണ്. ഫ്യൂൽ ടാങ്ക് ഇവിടെയാണ്. ഇതിൻ്റെ മുന്നിൽ പോയിട്ട് ഇതിൻ്റെ വ്യൂ എങ്ങനെയാണ് നോക്കാം. ഇതിൻ്റെ ആ ഒരു വിൻഡോയ്ക്ക് ഉള്ള ഒരു ഭാഗം ഇവിടെയാണ്. കുഴപ്പമില്ല, കാണാനൊരു വൃത്തിയൊക്കെ ഉണ്ട്. ഒരു വെറൈറ്റി ലോക്കോമോട്ടീവ് തന്നെയാണ്. ഇനി ഇവിടുന്ന് നേരെ ആ ഭാഗത്തേക്ക് പോവാം. ഇത് വൈകുന്നേരം 4:30 അവിടെ എത്തും. ഇതിലൊന്നും ആൾക്കാരേ ഇല്ല. ഇതോ എല്ലാവരും ഇവിടെ ഇറങ്ങിയതാകാം. സ്റ്റേഷന്റെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. 2 വണ്ടികളാണ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത്. ഈ 2 വണ്ടികളും മീറ്റ് ചെയ്യുന്നത് ഇവിടുന്ന് തന്നെയാണ്. ഡാർജിലിംഗ് NJP പാസഞ്ചർ ഇവിടുന്ന് എടുത്തു. ഈ ട്രെയിനിൻ്റെ ആവറേജ് സ്പീഡ് 12 km/h ആണ്. ശരിക്കും പറഞ്ഞാണ്ടല്ല, ഇതുപോലുള്ള ട്രെയിനിൽ ഒരുപാട് നേരം നമുക്ക് ഇരിക്കണമല്ലോ, ചെറിയൊരു മടുപ്പൊക്കെ ഉണ്ടാവും. പക്ഷേ നല്ല കാഴ്ചകളൊക്കെ കിട്ടുമ്പം അത് പിന്നെ ഒരു പ്രശ്നമേ അല്ല. ഇനി നമ്മൾ ഒരു ലൂപ്പിലോട്ട് കയറും. അതിൻ്റെ പേരാണ് അഗോണി. അതായത് ലൂപ്പ് എന്ന് പറയുന്നത് ഈ ഒരു കയറ്റം കുറക്കാൻ വേണ്ടിയിട്ട് ചെരിഞ്ഞിങ്ങനെ കയറുന്നതിനെയാണ്. അതെന്തായാലും നമ്മൾ ഈ സ്റ്റേഷൻ വിട്ട ഉടനെ തന്നെ കാണാനായി കഴിയും. ഇതാണ് അഗോണി ലൂപ്പ്. അതായത് നമ്മൾ നേരെ ഇതുവഴി വരും, ഇങ്ങനെ നേരെ വന്ന് കറങ്ങി ഇതുവഴി ഇങ്ങനെ തിരിച്ചു വരുന്നതിനെയാണ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു സിക്സാഗ് ഉണ്ടായിരുന്നു. നമ്മൾ വന്നത് ഇതുവഴിയായിരുന്നു. ഇങ്ങനെ വീണ്ടും മുന്നിലേക്ക് തന്നെ പോവുകയാണ്. വെയിലിംഗ് വഴിയായിരുന്നു വന്നത്. ഇതാണ് അഗോണി ആ ഒരു ലൂപ്പ്. പിന്നെ വളഞ്ഞു പോവുകയാണ്. അതായത് നമ്മൾ നേരത്തെ വന്ന ഒരു ലൈനത ഇതിലൂടെ പോകുന്ന ഇവിടെ എത്തി. ഇപ്പോൾ 3 മണി കഴിഞ്ഞ് ഇവിടെ ഒരു 4:30 ആകുമ്പോഴും തന്നെ നല്ല ഇരുട്ട് വന്ന് തുടങ്ങും. നമ്മൾ പകർത്തുന്ന ആ ഒരു വിഷ്വൽസിന് നല്ലൊരു തെളിച്ചൊന്നും ഉണ്ടാവുന്നില്ല. മാത്രമല്ല മലയിടുക്ക് വഴി പോകുന്ന ട്രെയിൻ കൂടിയാണല്ലോ. ട്രെയിൻ ഇപ്പോൾ ഗയാബാരി എന്നൊരു സ്റ്റേഷനിലെത്തി. ജസ്റ്റ് 1 മിനിറ്റാണ് വണ്ടി നിർത്തിയത്. ചെറിയൊരു സ്റ്റേഷൻ. ഈ റൂട്ടിലെ അവസാനത്തെ സിക്സാഗ് ഇത് തന്നെയായിരിക്കണം. നിലവിൽ റിവേഴ്സ് ചെയ്തിട്ടാണ് വരുന്നത്. അതുവഴിയാണ് പോവുക. ശരിക്കും ഇവിടെ സൂര്യാസ്തമയം ആയി തന്നെ പറയാം. കാരണം ഇപ്പം നല്ല
വന്ന് തുടങ്ങി. NH55 തന്നെയാണിത്. വണ്ടികളൊക്കെ വളരെയധികം കുറവ് തന്നെയാണ്. ഈ സൂര്യൻ പോയതോടുകൂടി തന്നെ നല്ല തണുപ്പും വരികയാണ്. ഇനിയിപ്പോൾ ഈ ഒരു വിൻഡോ എല്ലാം ക്ലോസ് ചെയ്യേണ്ടി വരും. അതിലൂടെ ഒരു വഴിയൊക്കെ കാണാം. ഇനി അതിലൂടെയാണ് പോകാനുള്ളത്. ഒരുപാട് കറങ്ങി തിരിഞ്ഞേ അവിടെ എത്തുള്ളൂ. നമ്മളിപ്പോൾ വന്ന ആ ഒരു വഴികളൊക്കെ ഇതാ ഈ കാണുന്ന മലകളിലൂടെയൊക്കെ ആയിരുന്നു. ഇതിലേക്ക് താഴ്ച നോക്കിയ എത്ര ഹൈറ്റിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്നു. ഇവിടെ 3 പേര് വിറകൊക്കെ എടുത്ത് ഈ കയറ്റൊക്കെ കയറി പോകുന്നത് കാണാം. അവിടെ മുഴുവനും മലനിരകളാണ്. എന്നാലിതൊരു ഒന്നൊന്നര റൂട്ട് തന്നെയാണ്. വലിയൊരു വളവാണ്. മഹാനദി എന്നൊരു പട്ടണമാണ്. മഹാനദി സ്റ്റേഷൻ കഴിഞ്ഞു. അവിടെ നിർത്തിയിരുന്നില്ല. ഈ റൂട്ടിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഇനി അടുത്തതാണ് കുർസിയോങ്. ശരിക്കും പറഞ്ഞാൽ ഈ DHR ഇല്ലേ, ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ, അതിന്റെ ആസ്ഥാനമൊക്കെ കുർസിയോങ് ആണ് വരുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു സ്റ്റീം ലോക്കോ ഷെഡൊക്കെ ഉണ്ട്. കോട കയറി വരികയാണില്ലോ. കോടയാണിപ്പോ. ഓരോ മലകൾ വഴിയാണല്ലോ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യൻ ഓരോരോ ഭാഗത്താ. ഈ റോഡിന്റെയൊക്കെ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ശരിക്കും ഞെട്ടിക്കുന്നത്. ഇതാ കോട കണ്ട ഇറങ്ങുന്നണ്ട. കുർസിയോങ് എന്ന ഒരു പട്ടണത്തിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. ഈ പട്ടണമൊക്കെ മലയിടുക്കിലാണ് ശരിക്കും പറഞ്ഞാൽ. ഇതൊക്കെ NJP ഭാഗത്ത് വരുന്ന വണ്ടികളാവാനാണ്. ഒരുപാട് വണ്ടികളാണ്. ഇതെല്ലാം ഡാർജിലിംഗ് തന്നെയാണ്. പൊന്നെ ഇതൊക്കെ
ഒരു പട്ടണത്തിന്റെ കാഴ്ച. ഇവിടെ എത്ര കെട്ടിടങ്ങളെ നമുക്ക് കാണാം. എന്തായാലും കുറിച്ച് ട്രെയിൻ ഇപ്പോൾ ഇതാ കുർസിയോങ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ ഈ ഭാഗത്തേക്കും ട്രാക്കൊക്കെ പോകുന്നത് കാണാം. ഇനി ഇവിടുന്ന് ലോക്കോ റിവേഴ്സിലുണ്ട്. ഇതേ സ്റ്റീം ലോക്കോ. എന്റെ പൊന്നോ, ഇവിടുന്ന് കണ്ടേ, ഇത് നോക്കിയ ഡീസലും സ്റ്റീമും പൊളിയല്ലേ. കുർസിയോങ്ങിൽ സ്റ്റീം ലോക്കോ ഷെഡ് കൂടാതെ തന്നെ DHRന്റെ മ്യൂസിയം ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഭാഗത്തെ ഒരു കാഴ്ചക്ക് ഇങ്ങനെയാണ്. അത്യാവശ്യം വലിയൊരു സ്റ്റേഷൻ തന്നെയാണിത്. ഇവിടെ നിന്ന് ഇനിയിപ്പോ ലോക്കോ റിവേഴ്സൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. 10 മിനിറ്റോളം ഇവിടെ ട്രെയിന് സ്റ്റോപ്പ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങി. ഇതാ സ്റ്റീം ലോക്കോ പോകുന്നത് കാണാം. യോ, അടിപൊളി. നമ്മുടെ വണ്ടി റിവേഴ്സ് ചെയ്ത് വരികയാണ്. നമുക്ക് മറ്റു വലിയൊരു ഭാഗ്യം കൂടിയുണ്ട്. നമ്മുടെ ഈ ഭാഗത്ത് തന്നെയാണ് സ്റ്റീം ലോക്കോ അറ്റാച്ച് ചെയ്തത്. എന്തുകൊണ്ട് ഭാഗ്യം. അപ്പോൾ ഈ ഒരു ലോക്കോമോട്ടീവ് മിക്കവാറും ഇവിടുന്ന് റിമൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ഈ ഒരു ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയിൽ ഇത് നോർത്ത് ഫ്രോണ്ടിയർ റെയിൽവേയിലെ കട്ടികാർ ഡിവിഷനാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിന്റെ ചരിത്രത്തിലേക്ക് വരാം. 145 വർഷത്തോളം പഴക്കമുള്ളതാണ് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യൻ റെയിൽവേ എഞ്ചിനീയറായ ഫ്രാങ്ക്ലിൻ പ്രസ്റ്റീജാണ് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയുടെ നിർമ്മാണത്തിന് വലിയ സംഭാവനകൾ നൽകിയത്. ഈ ഒരു റൂട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പല ഘട്ടങ്ങളിലായിരുന്നു ഉണ്ടായത്. ആദ്യമൊക്കെ 1878 സമയത്ത് സിലിഗുരിയിൽ നിന്ന് മീറ്റർ ഗേജ് റെയിൽവേ വഴിയായിരുന്നു കൽക്കട്ട വരെ ഉണ്ടായത്. അതായത് ഇന്നത്തെ കൊൽക്കത്ത. ഈസ്റ്റേൺ ബംഗാൾ റെയിൽവേയുടെ ഏജന്റായ ഈ ഫ്രാങ്ക്ലിൻ പ്രസ്റ്റീജ് തന്നെയാണ് സിലിഗുരിയിൽ നിന്ന് ഡാർജിലിംഗിലേക്ക് ഒരു സ്റ്റീം ട്രാംവേ സ്ഥാപിക്കാനുള്ള നിർദ്ദേശവുമായി സർക്കാരിനെ സമീപിച്ചത്. അങ്ങനെയിരിക്കെ 1879 ഈ നിർദ്ദേശം അംഗീകരിക്കപ്പെടുകയും അതേ വർഷം തന്നെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. ഗില്ലാൻഡേഴ്സ്, അർബുദ് നോട്ട് ആൻഡ് കമ്പനി എന്നിവരെയാണ് ഈ ഒരു പാത നിർമ്മിക്കാൻ നിയമിച്ചത്. 1880 മാർച്ചോടെ സിലിഗുരി മുതൽ തിന്താരിയ വരെ ഈ ഒരു പാത സ്ഥാപിക്കുകയും പിന്നീട് സിലിഗുരി മുതൽ കുർസിയോങ് വരെയുള്ള ഭാഗം 1880 ഓഗസ്റ്റിൽ ഗതാഗതത്തിനായി തുറന്ന് കൊടുക്കുകയും ചെയ്തു. ഫൈനലി സിലിഗുരി മുതൽ ഡാർജിലിംഗ് വരെയുള്ള ഭാഗം 1881 ജൂലൈ 4 തുറന്നു കൊടുത്തത്. നമ്മൾ ന്യൂജൽപഗഡിയിൽ നിന്ന് ട്രെയിൻ കയറുന്ന സമയത്ത് സമുദ്രനിരപ്പിൽ നിന്ന് 100 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എങ്കിൽ ഡാർജിലിംഗിൽ എത്തുന്ന സമയത്ത് ഏകദേശം 2200 മീറ്റർ ഉയരത്തിലാണിത് എത്തുന്നത്. കുർസിയോങ് നഗരത്തിന്റെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഇവിടെ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റും ഹോട്ടൽസ് ഒക്കെ ഉണ്ട്. പിന്നെ അങ്ങ് കണ്ടതാ ആ മലയിടുക്കിൽ ഒരുപാട് കെട്ടിടങ്ങൾ. ഞാൻ ഇവിടുന്ന് ഒരുപാട് ആഗ്രഹിച്ചു പോയി ഡാർജിലിംഗ് ഭാഗത്തേക്ക് ഇവിടുന്ന് സ്റ്റീം ലോക്കോ ആയിരിക്കുന്നു. പക്ഷേ സ്റ്റീം ലോക്കോ ഇതല്ല. ഇത് ഈ ലോക്കോ റിവേഴ്സൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിന് അത് മാറ്റേണ്ട കാര്യം വരുന്നില്ല. ഇത് നേരെ റിവേഴ്സ് ചെയ്യുകയാണ് ഇവിടുന്ന്. അപ്പൊ ഇത് തന്നെയാണ് അങ്ങ് ഡാർജിലിംഗ് വരെ നമ്മുടെ ലോക്കോ. ഈ ഭാഗത്തേക്കാണ് ഇനി പോകാനുള്ളത്. ഞാൻ ഇത് കണ്ടിട്ടാണ് ലോക്കോ റിവേഴ്സൽ ഉണ്ടാവുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞത്. പക്ഷെ ഈ ട്രെയിൻ ഓൾറെഡി അതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. ഇത് നേരെ റിവേഴ്സ് ചെയ്തിട്ട് തന്നെ വരികയാണ്. പക്ഷെ ഞാൻ നേരത്തെ ആ ഒരു സ്റ്റീം ലോക്കോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അറ്റാച്ച് ചെയ്യുന്ന വിചാരിച്ചേ. അതുമില്ല, അതും പോയി.
ഒരുപാട് ആഗ്രഹിച്ചു പോയി. NJP ഇവിടെ വരെ നമ്മുടെ കോച്ചിന്റെ പുറകില് മറ്റൊരു എക്സ്ട്രാ കോച്ച് ഉണ്ടായിരുന്നു. അത് ഇവിടുന്ന് റിമൂവ് ആക്കി. ഇത് കുറച്ചുകൂടെ നേരത്തെ അത് റിമൂവ് ചെയ്യണമായിരുന്നു. എന്നാൽ നല്ല കാഴ്ച കിട്ടിയാനെ. ഏറ്റവും പുറകുന്ന് നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ കിട്ടും. സ്റ്റേഷനൊക്കെ അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു തിരക്കേറിയ ഭാഗം തന്നെയാണ് കുർസിയോങ്. നല്ല വൃത്തിയുള്ള ഭാഗം തന്നെയാണ് ഇതൊക്കെ. ഡാർജിലിംഗിലേക്കുള്ള ടാക്സികളൊക്കെ വരുന്നത് കാണാം. ഈ ഭാഗത്തും ഒരുപാട് കടകളൊക്കെ കാണാം. എത്ര അടുത്തുകൂടിയാണ് പോകുന്നത് നോക്കിയേ. അഞ്ചേ കാല് കഴിഞ്ഞിപ്പോ. ഈ വണ്ടി എന്തായാലും ഡാർജിലിംഗിൽ എത്തുക ഒരു 7 മണിയൊക്കെ ആവും എന്തായാലും. ആ ഭാഗത്തെല്ലാം നല്ല ഇരുട്ട് വന്ന് തുടങ്ങി. ഈ കോച്ചിൻ്റെ അകത്ത് തന്നെ ചാർജിങ് പോയിന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു ഫോണിന്റെ ബാറ്ററി മുഴുവനും തീർന്നു. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഫോണിൽ 50% കൂടെ ചാർജ് ഉള്ളൂ. ചന്ദ്രനെയൊക്കെ കാണാം. ഇവിടെ ട്രെയിൻ ഇപ്പോൾ തുങ് എന്നൊരു സ്റ്റേഷനിലേക്ക് ഇതെത്തിയിരിക്കുകയാണ്. റോഡിനോട് ചേർന്ന് തന്നെയാണ് സ്റ്റേഷന്. ഇവിടെ ഒരു ചെറിയ കടയൊക്കെ കാണാം. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയിലെ 1999 യുനെസ്കോന്റെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത്. അതുപോലെ തന്നെ ആദ്യ സമയത്ത് ഈ റെയിൽ റൂട്ട് ഉണ്ടായത് ഡാർജിലിംഗിൽ നിന്ന് സിലിഗുഡി വരെയാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഇന്ത്യയിലത്തെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിലെ ഗും, അതൊക്കെ എത്തുമ്പോഴത്തേക്ക് നല്ല ഇരുട്ടാവും കേട്ടോ. കാരണം ഇപ്പൊ തന്നെ നല്ല ഇരുട്ട് വന്ന് തുടങ്ങി. സമയം 7 മണിയായി. ട്രെയിൻ ഇപ്പോൾ ഗും റെയിൽവേ സ്റ്റേഷനിലെത്തി. ഈ സ്റ്റേഷന് ഒരുപാട് പ്രത്യേകതയാണുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണിത്. അതായത് സമുദ്രനിരപ്പിൽ നിന്നും 2258 മീറ്റർ ഉയരത്തിലാണ് ഈ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇതാ ഇവിടെയൊക്കെ വന്നിരിക്കാനുള്ള നല്ല ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഏകദേശം ട്രെയിൻ ഒരു 5 മിനിറ്റോളം നിർത്തും. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് അതായത് സ്റ്റേഷൻ തന്നെയാണ് ഡാർജിലിംഗ്. പെട്ടെന്ന് തന്നെ എത്തുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. ഗും സ്റ്റേഷനിൽ ഇതാ ട്രെയിൻ എടുത്തു. നമ്മൾ നേരത്തെ തന്നെ ലൂപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇനിയാണ് ഈ റൂട്ടിലേക്ക് പ്രധാനപ്പെട്ട ലൂപ്പ് ഉള്ളത്. ബറ്റാസിയ എന്നാണ് അതിൻ്റെ പേര്. പക്ഷേ ഇരുട്ട് കാരണം നമുക്കതിൻ്റെ കാഴ്ച എത്രത്തോളം വ്യക്തമാവെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇപ്പോൾ ഈ ഒരു റോഡിനോട് ചേർന്ന് തന്നെയാണ് പോവുക. മാപ്പിലൂടെ കാണുമ്പോൾ ബറ്റാസിയ ലൂപ്പിൻ്റെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഇത് ഒരുപാട് കറക്കമുണ്ട് കേട്ടോ. മറ്റേതിനെക്കാട്ടി കുറച്ചും കൂടെ വളഞ്ഞു പോകുന്നത് ഇത് തന്നെയാണ്. ഇതാണ് ബറ്റാസിയ ലൂപ്പ്. ഇതാ ഇവിടുന്ന് കറക്കം തുടങ്ങി. വലിയ വളവാണ്. 1919 ഈ ലൂപ്പ് നിർമ്മിച്ചത്. ഓ, ആ ഒരു പുക പോയത് കണ്ടില്ലേ. ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്നത്. അങ്ങനെ ഡാർജിലിംഗിൽ ഇതാ എത്തി. ഡാർജിലിംഗിലെ സ്റ്റീം ലോക്കോ ഷെഡാണിത്.
അങ്ങനെ NJPയിൽ നിന്നും 83 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിനിപ്പോൾ ഇതാ ഡാർജിലിംഗ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 7:30 ഇവിടെ 5:30 വണ്ടി എത്തേണ്ടത്. പിന്നെ ഈ വണ്ടി അവിടെ നിന്ന് പുറപ്പെടാനും കുറച്ച് ഡിലേ ആയല്ലോ. ഇതാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. അങ്ങനെ ആ ഒരു യാത്ര നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. രാത്രിയിലുള്ള ഡാർജിലിംഗ് റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ച ഇങ്ങനെയാണ്. ഇനി ഞങ്ങളുടെ അടുത്ത പരിപാടി ഇവിടെ റൂം എടുക്കണം. നവി എവിടെ എടുക്കണം? മാൾ റോഡിന്റെ ഭാഗത്ത് എടുക്കണോ? മാൾ റോഡാണ് മെയിൻ ആയിട്ടില്ല. ഞാനൊരു സ്ഥലം നോക്കിയത്, അങ്ങോട്ടേക്ക് ഇനി പോവാ. 1 കിലോമീറ്റർ എങ്ങാണ്ട് പോവാനുണ്ട്. അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് എവിടെയായാലും എടുത്താലും പോരെ. ഇഷ്ടംപോലെ റൂമുകൾ ഈ വറച്ചോട്ടേക്ക് പോട്ടെ നവി. വിട്ടോ മാൾ റോഡിലേക്ക് 1 കിലോമീറ്റർ. എന്നാ പിന്നെ മെല്ലെ നടക്കാം. പോകുന്ന വഴിക്ക് എവിടെയാണോ കിട്ടുന്നത് നമുക്ക് അവിടെ എടുക്കാം. നല്ലൊരു റൂം നോക്കിയിട്ട് തന്നെ എടുക്കണം, കാരണം നല്ല തണുപ്പല്ലേ. നമ്മുടെ ബഡ്ജറ്റും കൂടി നോക്കണം. ബഡ്ജറ്റ് നോക്കാം. നടന്നോ. നല്ലൊരു വൈബ് തന്നെ ആയി. ഞങ്ങളങ്ങനെ നടന്ന് മാൾ റോഡിൻ്റെ ഭാഗത്തെത്താനായി. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് റൂം എടുക്കാം. ഇപ്പോൾ കുറച്ച് കയറ്റമൊക്കെ കയറിയിട്ടാണ് പോകുന്നത്. അങ്ങനെ നല്ലൊരു റൂം തന്നെ ഞങ്ങൾക്ക് കിട്ടി. 2 ബെഡൊക്കെ കാണാം. പിന്നെ ടീ മേക്കറൊക്കെ ഉണ്ട്. രാത്രിക്ക് എന്തായാലും ചൂടുവെള്ളമൊക്കെ ആക്കി കുടിക്കണം, നല്ല തണുപ്പാണ്. ടോയ്ലറ്റും ബാത്റൂമൊക്കെ ഇവിടെയാണ് വരുന്നത്. അത്യാവശ്യത്തിന് നല്ല വൃത്തിയുള്ള ഒരു ഏരിയ തന്നെയാണ്. ഈ റൂമിന് ഞങ്ങൾക്ക് ആയത് 1000 രൂപയാണ്. NJPന്ന് രാവിലെ തുടങ്ങിയ യാത്രയാണ്. 8.5 മണിക്കൂറാണ് ഈ ട്രെയിനിൽ ഞങ്ങൾ ഇന്ന് ഇരുന്നത്. അതുപോലെ തന്നെ NJPന്ന് ഷെയർ ടാക്സി, ബസ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് മാക്സിമം ഒരു 2.5-3 മണിക്കൂറിനുള്ളിൽ തന്നെ ഡാർജിലിംഗ് എത്താം. റോഡ് വഴിയാണെങ്കിൽ 10-72 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിലുണ്ടല്ലോ കുറച്ച് എക്സ്പെൻസീവ് ആണ് ടിക്കറ്റ് റേറ്റ്. നിരക്കുകളൊക്കെ നിങ്ങൾ ഓൾറെഡി നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ കൂടുതൽ സമയം എടുക്കും. അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്നുണ്ടെങ്കിൽ നല്ല ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ വരാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഇരുന്ന് ബോറടിക്കും, കാരണം എന്താ വെച്ചാൽ എത്തുകയില്ല, കാരണം അത്ര പതുക്കെയാണല്ലോ പോകുന്നത്. അതേപോലെ ഇനിയിപ്പോ നാളെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഈ ഡാർജിലിംഗിലേക്ക് നമ്മൾ എത്തുന്നതിന് മുന്നേ ഇരിട്ടതെന്നല്ലോ. അപ്പം ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് മിസ്സായിട്ടുണ്ട്. അവിടേക്കാണ് ഇനിയിപ്പോ നമ്മൾ നാളെ രാവിലെ പോകുന്നത്. അപ്പൊ എന്താ പറയാ, ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റേ വീഡിയോ ബൈ.